ഹലോ ഫ്രണ്ട്സ്, ഞാനിതാ പിന്നെയും വന്നുട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉന്നക്കായുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉന്നക്കായ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഞാൻ ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊരു 4 പഴം എടുത്തിട്ടുണ്ട്. 4 പഴം തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാമും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര അലിയിച്ച് ചേർക്കാം, പഞ്ചസാരയും ചേർക്കാം. നമ്മളിപ്പോൾ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി വേണം, നെയ്യ് വേണം, ഓയിൽ വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണ്ടതോ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ പഴം ഒന്ന് ചെറിയ പീസുകളാക്കിയിട്ട് ഇതിൻ്റെ നാരും ഇതിൻ്റെ കുരുവും നമുക്കൊന്ന് ഒഴിവാക്കിയെടുക്കണം. അല്ലെങ്കിൽ പിന്നെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിൽ നിന്ന് ഇങ്ങനെ എടുക്കാനായിട്ട്. നമുക്കിതിങ്ങനെ നല്ല പോർഷനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മുറിച്ച് മാറ്റാം ഇപ്പം തന്നെ. എന്നിട്ട് ഇതൊന്ന് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ പഴത്തിൻ്റെ എല്ലാ പീസും ഇതുപോലെ ക്ലിയറാക്കി എടുത്തിട്ട് വരാം. ഇത് നമ്മൾ പഴമെല്ലാം ഈ രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. കുരുവും നാരെല്ലാം കളഞ്ഞ് നമുക്കിതൊരു ഇഡലി പാത്രത്തിലേക്ക് ആവി വേവാനായിട്ട് വെക്കാം. ഇത് അധികം സമയമൊന്നും വെക്കണ്ട, ഒരു 5 മിനിറ്റ് മതിയാവും വെന്ത് വരാനായിട്ട്. 5 മിനിറ്റ് നേരം നമുക്കൊന്ന് വേവാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കൊന്ന് ഉന്നക്കായുടെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ പാൻ ചൂടായിട്ടുണ്ട്. ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുക്കാം. തീയൊന്ന് കുറച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ശർക്കര കട്ടിയായിട്ട് അലിയിച്ച് ചേർക്കാം, പഞ്ചസാരയും ചേർക്കാം. ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഏതായാലും നമ്മൾ പഞ്ചസാരയാണ് ചേർക്കുന്നത്, പൊടിച്ച പഞ്ചസാര. മധുരത്തിന് ആവശ്യമായിട്ടുള്ള അളവ് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചതാണ്. ഇളക്കി കൊടുക്കാം. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് നല്ലപോലെ മുട്ടാൽ ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇത് മാറ്റി വെക്കാം. ഇനി നമ്മുടെ പഴം എന്തായെന്നൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ പഴമായിട്ടുണ്ട്. നമ്മൾ സ്റ്റവ് ഓഫാക്കി കൊടുക്കാം. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പഴം ഒന്ന് നല്ലപോലെ ചൂടാറുമ്പോഴത്തേക്കും നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ചൂടാറിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലെ നല്ലപോലെ ഉടച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ഒരു ഫ്രോക്ക് അല്ലെങ്കിൽ നമുക്കൊരു ഗ്ലാസ്സോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഉടച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഇത് നമ്മുടെ പഴം ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. ഇത് നമുക്ക് ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഒരു ബോൾ എടുക്കാം. എന്നിട്ട് കൈയിൻ്റെ അടിയിൽ നമുക്ക് വേണമെങ്കിൽ ഇത്തിരി ഓയിൽ നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ ഒരുപാട് തിന്നായി പോകരുത്. ഈ ഒരു തിക്കിൽ വേണം ചെയ്യാനായിട്ട്. കാണുന്നുണ്ടല്ലോ അല്ലേ? ഇനി ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ്
1 സ്പൂൺ വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് ഇതിലേക്ക് നല്ലപോലെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഉന്നക്കായുടെ 2 സൈഡും ഇങ്ങനെ എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഫില്ലിംഗ് എല്ലാം ഉള്ളിലേക്ക് പോയി ഇത് നല്ലപോലെ ഇങ്ങ് ഒട്ടിക്കാം. കണ്ടോ, ഒട്ടിയില്ലേ? ഇനി ഇത് നല്ലപോലെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. വിട്ടുപോകാത്ത രീതിയിൽ ടൈറ്റായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാം. കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്കെല്ലാം ഇതുപോലെ ആക്കിയെടുക്കാം. ഒരെണ്ണം കൂടെ കാണിക്കാം. ഇങ്ങനെ ബോളാക്കി പരത്തി കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഫില്ലിംഗ് വയ്ക്കാം. 2 സൈഡും ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെയെല്ലാം നമുക്ക് ഇതുപോലെ ഉന്നക്കായുടെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ ഉന്നക്കായ എല്ലാം ഞാനിത് അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. എനിക്ക് 4 പഴം കൊണ്ട് 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മുടെ ഓയിൽ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയും മതി. നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം വെച്ച് കൊടുക്കാം. ഇത് എടുത്തിട്ട് അടുത്ത വെച്ച് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. ചെറിയ ഓയിൽ നല്ല ചൂടായി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഉന്നക്കായ വേഗം കരിഞ്ഞു പോകും. പിന്നെ ഇത് നമ്മളെ പഴമെല്ലാം വെന്തതായതുകൊണ്ട് ഫില്ലിങ്ങും എല്ലാം കുക്കായതുകൊണ്ട് അധികം സമയം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല. എങ്കിലും ഒന്ന് നമ്മൾ ഒരു മുരിഞ്ഞ ഒരു കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉന്നക്കായാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ നമ്മൾ പഴം അധികം നേരം വേവിക്കാനായിട്ട് വെക്കരുത്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് വേവിക്കാവൂ. അതുപോലെ തന്നെ നല്ല പഴുത്ത പഴവും എടുക്കരുത്. അപ്പം നമുക്കിതുപോലെ ഉരുട്ടി എടുക്കാനും കുഴച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, കയ്യിലൊക്കെ ഒട്ടിപ്പോവും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉരുട്ടി എടുത്തിട്ട് കയ്യിലിങ്ങനെ ഒട്ടുകയൊക്കെ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ നമ്മൾ അരിപ്പൊടി ഉണ്ടല്ലോ, വറുത്ത അരിപ്പൊടി, അത് തൂവി കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അത് അത്രയും ഒട്ടിയിട്ട് നമുക്ക് പറ്റാതായാൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കുഴച്ചെടുക്കുന്നതായിരിക്കും ടേസ്റ്റ്. ഒന്നും കൂടി മുരിഞ്ഞു വന്നാൽ നമുക്കിത് കോരിയെടുക്കാം. നമ്മൾക്ക് നമ്മുടെ ഉന്നക്കായ മതി, കോരി മാറ്റാം. ഉണ്ടല്ലോ, നല്ല സൂപ്പർ ടേസ്റ്റുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഉന്നക്കായ നമുക്ക് റെഡിയായി. നമുക്ക് അടുത്തതും കൂടി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, ഇത് നമ്മളെ അടിപൊളി ടേസ്റ്റുള്ള പെർഫെക്റ്റ് ആയിട്ട് ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉന്നക്കായ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മൾ പ്രതീക്ഷ. അപ്പോൾ ഇത് അടിപൊളി ഉന്നക്കായാണ്, പൊട്ടിച്ചാണ്. കണ്ടോ, വളരെ ടേസ്റ്റി, നല്ല സോഫ്റ്റും നല്ല മധുരം എല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.